കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാന്ഡം 7-ാം സർഗം 65-ാമത്തെ ശ്ലോകം ചെയ്ത് നിർത്തി ഇന്നലെ. അതിൽ പറഞ്ഞ നമ്മൾ വിഭീഷണൻ്റെ കുംഭകർണൻ്റെ ഒരു ഉപദേശം പോലെയാണല്ലോ. കുംഭകർണൻ പറഞ്ഞു, ഇങ്ങനെ രാമദേവൻ നിങ്ങളെ എല്ലാവരെയും നശിപ്പിക്കുന്ന പറഞ്ഞിട്ടാണ് നാരദമുനി പോയത്. അതുകൊണ്ട് ശ്രീരാമൻ എന്നെന്നും നശിക്കാതെ ഏത് കാലത്തും നിലനിൽക്കണ പരബ്രഹ്മാണെന്ന് അങ്ങ് അറിയേണ്ടതാണ്, അത് ബോധിക്കേണ്ടതാണ് അങ്ങക്ക്. എന്നാൽ പിന്നെ അതുകൊണ്ട് യുദ്ധത്തിന് പോകണ്ടെന്ന് പറയണേ. ത്യജവൈരം ഭജസ് 66 കേട്ടോ. ത്യജവൈരം ഭജസ്വാദ്യ മായാമാനുഷ വിഗ്രഹം ഭജതോ ഭക്തിഭാവേന പ്രസീദതി രഘൂത്തമ. അദ്യ വൈരം ത്യജ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങയ്ക്കുള്ള വൈരത്തിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചാലും മായാമാനുഷ വിഗ്രഹം, മായ കൊണ്ട് മനുഷ്യശരീരത്തോടു കൂടി അവതരിച്ച ശ്രീരാമഭഗവാനെ ഭജസ്വ, ഭജിച്ചാലും ഭക്തിഭാവേന, ഭക്തിഭാവത്തോടുകൂടി ഭജത, ഭജിക്കുന്നവൻ്റെ നേരെ രഘൂത്തമ പ്രസീദതി, രഘുശ്രേഷ്ഠൻ പ്രസാദിക്കും. അതായത് ഇത്ര തെറ്റൊക്കെ ചെയ്താലും സാരമില്ല, എല്ലാ കുറ്റം ഏറ്റുപറഞ്ഞ് ശ്രീരാമനെ നല്ലോണം ഭക്തിയോടുകൂടി ഭജിക്കൂ. എത്ര തെറ്റ് ചെയ്തവരെയും ശ്രീരാമൻ ഭക്തിയോടുകൂടി ഭജിച്ചാൽ അവരുടെ മേലിൽ പ്രസാദിക്കുമെന്ന് പറയുകയാണ്. അതായത് മരണം എടുത്തിരിക്കണ ഈ അവസരത്തിൽ ഈ രാമനോടുള്ള ഈ വിരോധം ഉപേക്ഷിക്കൂ. അതായത് സ്വന്തം യോഗമായ ശക്തി കൊണ്ട് മനുഷ്യരൂപം സ്വീകരിച്ചിരിക്കുന്ന ഈ ശ്രീരാമനെ പോയി ഭജിക്കൂ. പരമഭക്തിയോടുകൂടി ഭജിക്കുന്ന ഏതൊരു ഭക്തൻ്റെ പേരിലും ശ്രീരാമൻ പ്രസാദിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു. ത്യജവൈരം ഭജസ്വാദ്യ മായാമാനുഷ വിഗ്രഹം ഭജതോ ഭക്തിഭാവേന പ്രസീദതി രഘുത്തമ. 67. ഭക്തിർജനിത്രീ ജ്ഞാനസ്യ ഭക്തിർ മോക്ഷപ്രദായിനി ഭക്തിഹീനേന യൽക്കിഞ്ചിൽ കൃതം സർവമസൽസമം. ഭക്തി ജ്ഞാനസ്യ ജനിത്രി, ജ്ഞാനത്തിൻ്റെ അമ്മയാണെന്ന്. ഭക്തി മോക്ഷപ്രദായിനിയാണ്. ഭക്തി ജ്ഞാനത്തിൻ്റെ അമ്മയാണ്, ജനയിത്രി എന്ന് പറഞ്ഞു. മോക്ഷപ്രദായിനിയാണ്. ഭക്തിഹീനേന, ഭക്തി ഇല്ലാത്തവനാൽ ചെയ്യപ്പെടുന്ന, അതായത് കൃതം യത് കിഞ്ചിത്, ഭക്തിഹീനനാൽ ചെയ്യപ്പെടുന്ന ഒന്നും തന്നെ, ഏതൊന്നും സർവം അസത്സമം, എല്ലാം അസത്താണെന്ന്. എന്താ പറയണ വെച്ചാൽ, ഈ ഈശ്വരനായിട്ടുള്ള രാമനിൽ അങ്ങയ്ക്ക് ഭക്തി ഉണ്ടായാൽ അതങ്ങയ്ക്ക് ജ്ഞാനവും നൽകും. ജ്ഞാനത്തിൻ്റെ അമ്മയാണ് ഭക്തി. അതുകൊണ്ട് ഭക്തി തന്നെയാണ് മോക്ഷവും നൽകുന്നതെന്ന് പറയാം. ജ്ഞാനം ഉണ്ടായാലല്ലേ മോക്ഷം ഉണ്ടാവുള്ളൂ. ജ്ഞാനം ഉദിച്ചാലേ മോക്ഷം കിട്ടുള്ളൂ. ആ ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഭക്തി വേണം. ഭക്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാവും, അദ്വൈത ജ്ഞാനം ഉണ്ടാവും. എന്നിട്ട് അതുകൊണ്ട് ഭക്തിയാണ് മോക്ഷപ്രദായിനിന്നും നമുക്ക് പറയാം. ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്നെന്നെയാണ് എന്നുള്ള ആ ജ്ഞാനമാണല്ലോ മോക്ഷത്തിന് കാരണം. നമ്മൾ എപ്പോഴാണ് ഞാൻ ആ പരമാത്മാവ് തന്നെയാണെന്ന് നമുക്ക് എപ്പോഴാണ് അനുഭവമാവുന്നത്? അപ്പോൾ അതാണല്ലോ മോക്ഷം. ആ അനുഭവം ഉണ്ടാവാൻ നമുക്ക് ആ ഒരു ജ്ഞാനം ഉദിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധാവണം. മനസ്സ് ശുദ്ധാവണമെങ്കിൽ ഭക്തി ഉണ്ടായാൽ മാത്രമേ മനസ്സ് ശുദ്ധാവുള്ളൂ. അങ്ങനെ ശുദ്ധമായ മനസ്സിൽ ജ്ഞാനം ഉദിക്കൂ. അങ്ങനെ ജ്ഞാനം ഉദിച്ചാലേ മോക്ഷം കിട്ടൂ. അതുകൊണ്ട് ഭക്തി മോക്ഷപ്രദായിനിയാണെന്ന്. അതുകൊണ്ടാണ് ഭക്തി തന്നെയാണ് മോക്ഷത്തെ പ്രദാനം ചെയ്യണമെന്ന് പറഞ്ഞത്. ഈശ്വരഭക്തി ഇല്ലാത്തവൻ എന്ത് ചെയ്താലും അത് മുഴുവനും നിഷ്ഫലാണ്. സൽഫലത്തെ ജനിപ്പിക്കാൻ ഈ ഭക്തിയില്ലാത്ത ഒരു കർമ്മത്തിനും സൽഫലം നൽകാൻ സാധിക്കില്ല.
ഭക്തിയോട് കൂടി ചെയ്യുന്ന കർമ്മം മാത്രമേ നമുക്ക് മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുള്ളൂ. ഭക്തി ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും സദ്ഫലം തരില്ല എന്ന് മാത്രമല്ല, അതൊക്കെ വെറും കർമ്മങ്ങളാണ്, അത്രയേ ഉള്ളൂ. കർമ്മയോഗം ആവണില്ല എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത്. അസലായിട്ട് ഉപദേശിക്കേണ്ട കുംഭകർണനും. ഭക്തിർജനിത്രീ ജ്ഞാനസ്യ ഭക്തിർമോക്ഷപ്രദായിനി ഭക്തിഹീനേന യൽക്കിഞ്ചിൽ കൃതം സർവമസത് സമം. എല്ലാം അസത്താണ് പിന്നെ ഭക്തി ഇല്ലാതെ ചെയ്യണത് എന്നാണ് പറഞ്ഞിട്ട്. ഇനി നമുക്ക് നോക്കാം 68. അവതാരാഹ സുബഹവോ വിഷ്ണോർലീലാനുകാരിണ തേഷാം സഹസ്രസദ്യശോ രാമോ ജ്ഞാനമയ ശിവ. ലീലാനുകാരിണ, ലീലയെ അഭിനയിക്കുന്ന, അതായത് ഭഗവാന്റെ ലീലയാണല്ലോ. വിഷ്ണോഹ, വിഷ്ണുവിൻ്റെ അവതാരാഹ, അവതാരങ്ങൾ. സുബഹവ, എത്രയോ അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. ജ്ഞാനമയ ശിവ രാമ, പക്ഷെ രാമൻ ജ്ഞാനമൂർത്തിയാണ്, മംഗളാത്മകനാണ്. ശിവ എന്ന് പറഞ്ഞില്ലേ, ജ്ഞാനമയനാണ്, ശിവനാണ്, പ്രദായകനാണ്. അപ്പോൾ ജ്ഞാനമൂർത്തിയാണ് രാമൻ, മംഗളപ്രദായകനാണ്. തേഷാം, അവയുടെ സഹസ്രസദൃശ, സഹസ്രതദ്ദേശ, 1000 തുല്യം. അതായത് മത്സ്യം, കൂർമ്മം, വരാഹം, അങ്ങനെ പല 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 അവതാരങ്ങളും അംശാവതാരങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് ഭഗവാനിലെ. എന്നിട്ട് അതാത് ലീലകൾ ആടാൻ വേണ്ടിയിട്ട് നമുക്കറിയാലോ എത്രയോ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ഭഗവാന്റെ അവതാരങ്ങളൊക്കെ ശരിക്കും പറയാച്ചാൽ അറ്റല്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞുല്ലോ. ആദ്യം ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ, അസംഖ്യേയം അവതാരം എന്ന് പറയുന്നുണ്ട്, അല്ലേ? അവതാരോഹി അസംഖ്യേയം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറ്റമില്ലാത്തത്ര അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള 1000 അവതാരത്തിന് തുല്യമാണ് ഈ ശ്രീരാമൻ്റെ അവതാരം എന്ന് പറയുകയാണ്. അതായത് കുറേ അംശാവതാരങ്ങൾ ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒന്നും അതിൻ്റെ പ്രഭാവമൊന്നുമല്ല ഈ ശ്രീരാമാവതാരത്തിനുള്ളൂ. അങ്ങനത്തെ 1000 അവതാരങ്ങൾക്ക് തുല്യമാണ് ജ്ഞാനസ്വരൂപനും മംഗളകാരിയുമായിട്ടുള്ള ഈ ശ്രീരാമാവതാരം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വിഭീഷണൻ. മാത്രം ഉപദേശിക്കാമെന്ന് വിചാരിച്ചിട്ടേ ഒന്നും കേൾക്കാൻ തോന്നില്ല ഈ രാവണനെ. അവതാരാഹ സുബഹവോ വിഷ്ണോർലീലാനുകാരിണ തേഷാം സഹസ്രസദ്യശോ രാമോ ജ്ഞാനമയ ശിവ. സദ്യശോ എന്നാണ്, സദൃശോ എന്നല്ല കേട്ടോ. സഹസ്രസദ്യശോ രാമോ ജ്ഞാനമയ ശിവ. സഹസ്രസദ്യശ എന്ന് പറഞ്ഞാൽ 1000 തുല്യം എന്ന്. ഇനി അല്ല, ഇതെന്നൊക്കെ നമുക്ക് എന്താ പറയുക, ഇതൊന്നും കേട്ടാൽ ചീത്ത കാലാകുമ്പോൾ നമുക്ക് ആരും നല്ലത് പറഞ്ഞെന്നാലും കേൾക്കാൻ തോന്നില്ലേ. കാരണം രാവണന് ഇപ്പോൾ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുക തന്നെ വേണം. അപ്പോൾ എത്ര നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടായിട്ടും ആ വിധിയെ മാറ്റാൻ പറ്റില്ല. അത് നമുക്കിതൊന്ന് മനസ്സിലാവുണ്ടല്ലോ, അല്ലേ? രാമം ഭജന്തി നിപുണ മനസാ വചസാനിശം അനായാസേന സംസാരം തീർത്വാ യാന്തി ഹരേഹ പദം നിപുണാഹ മനസാഹ വചസ. അതായത് നല്ല സമർത്ഥന്മാർ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അനിശം രാമം ഭജന്തി, എപ്പോഴും വിവേകമുള്ളവരൊക്കെ അതുകൊണ്ട് രാമനെ എപ്പോഴും ഭജിക്കും. അനായാസേന സംസാരം തീർത്വ, കഷ്ടം കൂടാതെ ഈ സംസാരസാഗരത്തിനെ കടന്നിട്ട് ഹരേഹ പദം യാന്തി, ഹരിയുടെ പദത്തിലേക്ക് യാത്ര ചെയ്യാം. രാമനെ ഭജിച്ചാൽ കാര്യം സാധിക്കാൻ നല്ല സമർത്ഥന്മാരായ ആളുകളൊക്കെ മനസ്സുകൊണ്ട് എപ്പോഴും ശ്രീരാമ ഭഗവാനെ ധ്യാനിക്കും, നാമം ജപിച്ചിട്ടും വാക്കൊണ്ടും അങ്ങനെ ശ്രീരാമനെ ഭജിക്കും. എന്ത് കാര്യം സാധിക്കാനാണ്? അവരുടെ കാര്യസാധ്യം ഈ ഭൗതികമായിട്ടുള്ള കാര്യസാധ്യമല്ല കേട്ടോ. വിഷമമില്ലാതെ ഈ സംസാരസാഗരത്തിനെ കടന്നിട്ട് ഭഗവാന്റെ പാദകമലങ്ങളെ പ്രാപിക്കണം. അതാണ് ഉദ്ദേശം. ഏത് വിവേകികളായിട്ടുള്ള ഭഗവാന്റെ പാദകമലങ്ങളെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വിവേകമുള്ള എല്ലാവരും തീർച്ചയായിട്ടും എല്ലപ്പോഴും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദേഹം കൊണ്ടും ഭഗവാനെ ഭജിക്കാതിരിക്കില്ല. കാരണം ശ്രീരാമ ഭഗവാനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ദേഹം കൊണ്ടും ഭജിച്ചാൽ ഈ സംസാര സാഗരത്തെ നിഷ്പ്രയാസം കടന്ന് ശ്രീ ഭഗവാന്റെ പാദകമലങ്ങളെ പ്രാപിക്കാം. അതുകൊണ്ട് വിവേകികൾ സമർത്ഥന്മാരൊക്കെ അങ്ങനെ ചെയ്യും എന്ന് പറയുകയാണ്. അങ്ങനെ ചെയ്യാത്തവർ വിഡ്ഢികളാണ് എന്ന് തന്നെയാണ് പറയണത് കേട്ടോ.
കുംഭകർണൻ. രാമം ഭജന്തി നിപുണാ മനസാ വചസാനിശം അനായാസേന സംസാരം തീർത്വാ യാന്തി ഹരേഃ പദം. യേ രാമമേവ സതതം ഭുവി ശുദ്ധസത്വാ ധ്യായന്തി തസ്യ ചരിതാനി പഠന്തി സന്തഃ മുക്താസ്ത ഏവ ഭവ ഭോഗമഹാഹിപാശൈഃ സീതാപതേഃ പദമനന്തസുഖം പ്രയാന്തി. ഈ ഭൂവി പറഞ്ഞില്ലേ, ഭൂമിയിൽ ശുദ്ധസത്വാഹ ഏ സന്ത, ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടിയ വളരെ മനസ്സോടുകൂടിയ സജ്ജനങ്ങൾ രാമമേവ ധ്യായന്തി, രാമനെ തന്നെ ധ്യാനിക്കുന്നു. ഈ ലോകത്തിൽ സജ്ജനങ്ങളൊക്കെ രാമനെ ധ്യാനിക്കുന്നു. തസ്യ ചരിതാനി പഠന്തി, രാമൻ്റെ ചരിതങ്ങളെ പഠിക്കുന്നു. ഭവഭോഗ മഹാഹിപാശൈഹി മുക്താഹ തേ ഏവ. ഈ സംസാര ഭവഭോഗ മഹാഹിപാശൈഹി, അതായത് ഈ സംസാര ദുഃഖമാകുന്ന ഈ മഹാസർപ്പത്തിൻ്റെ മഹാസർപ്പമാകുന്ന കയറിൽ നിന്ന് മോചിക്കപ്പെട്ടവരായിട്ട്, അതാണ് സംസാര ദുഃഖമാകുന്ന ഈ മഹാസർപ്പത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിക്കപ്പെട്ടവരായിട്ട് അവർ തന്നെ സീതാപതിയുടെ അനന്തസുഖം പദം പറയാന്തി, ആ ഇറ്റേണൽ എന്ന് പറഞ്ഞില്ലേ, ആ ഭഗവാന്റെ ചരണ കമലങ്ങളെ പ്രാപിക്കുന്നു. അതായത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഭജിക്കണമെന്ന് പറഞ്ഞില്ലേ. ഇനി പിന്നെ പറയാണ്, ഈ സജ്ജനങ്ങളൊക്കെ കാമക്രോധാദി ആ ഷഡ് വൈരികളാൽ നിന്നും അശുദ്ധപ്പെടാത്ത നിർമ്മലമായിരിക്കുന്ന മനസ്സോടുകൂടിയവരായിട്ട് ഈ നല്ല ആൾക്കാരെ, സജ്ജനങ്ങൾ കാമക്രോധാദി ഷഡ് വൈരികളൊന്നും ഇല്ലാതെ മനസ്സ് ശുദ്ധമായിട്ടുള്ള സജ്ജനങ്ങൾ ശ്രീരാമനെ തന്നെ നിരന്തരം മനസ്സുകൊണ്ട് ധ്യാനിക്കുകയും വാക്കുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ കഥകൾ പറയുകയും അവർ അങ്ങനെയുള്ളവർക്ക് ഈ സംസാരത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്ന സുഖദുഃഖങ്ങളാകുന്ന സർപ്പത്തിൻ്റെ പിടിയിൽ നിന്നും മോചിതരായിട്ട്, അതായത് കർമ്മബന്ധനമില്ല, അപ്പം കർമ്മബന്ധനമില്ലാത്തവരായിട്ട് പരമാത്മ സാക്ഷാത്കാരം ലഭിച്ചവരായിട്ട് അങ്ങനെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറയാണ്. അതായത് അവരും ആ സച്ചിദാനന്ദത്തിൽ ലയിക്കണു, അവർക്കും ആ സച്ചിദാനന്ദ സ്വരൂപന്മാരായി തീരാൻ സാധിക്കണു എന്ന്. അതായത് ബ്രഹ്മത്തെ അറിഞ്ഞവർ ബ്രഹ്മമായി തീരുന്നു എന്ന് പറഞ്ഞുവല്ലോ, അതാണ്. അപ്പം ഭഗവാനെ അറിഞ്ഞവർ ഭഗവാനായി തീരും, അങ്ങനെ പറയൂലോ. തജ്ഞാത്വ തദേവ ഭവതി പറയും. ആരാണ് ബ്രഹ്മത്തിനെ അറിഞ്ഞത് അവർ ബ്രഹ്മമായി ഭവിക്കുന്നു. അപ്പം ഭഗവാനെ ആരറിയുന്നു, അവർ ഭഗവാനായിട്ട് തീരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ പരബ്രഹ്മം തന്നെ സ്വരൂപെടുത്തു വന്ന ഈ ശ്രീരാമ ഭഗവാനെ അറിയാനുള്ള എളുപ്പമാർഗം ഭക്തിയാകുന്നു. ഭക്തി കൊണ്ട് ഭക്തൻ സർവാത്മഭാവത്തെ നന്നായി അറിയുന്നു. ഞാൻ ആരാണെന്ന്, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആ ആത്മാവ് തന്നെയാണ് എന്ന് അറിയുന്നതോടുകൂടി ബ്രഹ്മമായിത്തീരുന്നു, അല്ലെങ്കിൽ ഭഗവാൻ, അതായത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ പ്രാപിക്കുന്നു. അതായത് പുനരാവർത്തിരഹിതം, പിന്നൊരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ ആ സച്ചിദാനന്ദ സ്വരൂപൻ തന്നെ ആയിത്തീരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സർഗം നിർത്തണത് കേട്ടോ. ഇത് ഈ സർഗത്തിലത്തെ അവസാനത്തെ ശ്ലോകമാണ്. യേ രാമമേവ സതതം ഭുവി ശുദ്ധസത്വാ ധ്യായന്തി തസ്യ ചരിതാനി പഠന്തി സന്തഃ മുക്താസ്ത ഏവ ഭവഭോഗമഹാഹിപാശൈഃ സീതാപദേ പദമനന്തസുഖം പ്രയാന്തി. അങ്ങനെ ഭക്തിക്ക് അത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എപ്പോഴും ഭക്തിയെപ്പറ്റി പറയുന്നുണ്ടല്ലോ, അതുതന്നെയാണ് എഴുത്തച്ഛനും അങ്ങനെ പറയണത്. വ്യാസഭഗവാൻ എന്തുമാത്രം ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുന്നു. വാൽമീകി രാമായണത്തിൽ നിന്ന് ആ ഭക്തി മാത്രം എടുത്തിട്ട് ഇതിനെങ്ങോട്ട് വലുതാക്കിയെടുക്കുകയാണ്. അതാണ് ആ ഭക്തിയെപ്പറ്റി ഇത്ര പറയണത് കേട്ടോ. ഇത് ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ സംവാദേ യുദ്ധകാണ്ഡേ സപ്തമ സർഗ. ഇനി നമ്മളെ യുദ്ധകാണ്ഡം 8ാം സർഗമാണ് ഇനി ചെയ്യണത്. അപ്പം നമുക്കത് കുറച്ച് ചെയ്യാം, സമയമുണ്ട്. ശ്രീ മഹാദേവ ഉവാച കുംഭകർണവച ശ്രുത്വാ ഭൃഗുഡീ വികടാനന
ദശഗ്രീവോ ജഗാദേതമാസനാദുൽപതന്നിവ. ഈ കുംഭകർണൻ്റെ വാക്ക് കേട്ടിട്ട് എന്താണ് രാവണൻ്റെ റിയാക്ഷനാണ് ഇനി പറയുന്നത് കേട്ടോ. കുംഭകർണ വചഹ, കുംഭകർണൻ്റെ വാക്കിനെ ശ്രുത്വ കേട്ടിട്ട് ഭൃഗുഡീ വികടാനന ദശഗ്രീവ, പുരികങ്ങൾ വളച്ച് വെച്ചിട്ട് ദേഷ്യ മുഖങ്ങളോടുകൂടിയ രാവണൻ, പുരികം വളച്ച് വെച്ചിരിക്കുന്ന മുഖത്തോടുകൂടിയ രാവണൻ, അതാണ് ഭൃഗുഡീ വികടാനന. ആസനാൽ, അതായത് തൻ്റെ ആ സിംഹാസനത്തിൽ നിന്ന് ഉൽപ്പതൻ ഇവ, വീണ പോലെ, ഇതം ജഗാത, ചാടണ പോലെ ആ സിംഹാസനത്തിൽ നിന്ന് അങ്ങോട്ട് ചാടിയിട്ടേ ദേഷ്യം വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ അറിയോ, കുംഭകർണൻ്റെ വാക്ക് കേട്ടപ്പോൾ രാവണൻ്റെ കോപം വർദ്ധിച്ചു. കാരണം രാമന് അടിയറ പറയാനാണ്, രാമനെ പോയി ആശ്രയിക്കാനല്ലേ പറയണത്, അത് ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ പുരികങ്ങളൊക്കെ വികൃത രീതിയിൽ ഇളക്കിക്കൊണ്ട് 10 മുഖങ്ങളും ഇങ്ങനെ ദേഷ്യം ഭാവിച്ചും കൊണ്ട് ഇരുന്നേടത്ത് നിന്ന് ആകാശത്തിലേക്ക് ചാടാൻ ഭാവിക്കണ പോലെ എഴുന്നേറ്റ് നിന്നിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ശിവൻ ശ്രീ പാർവതിയോട് പറയണത്. ശ്രീ മഹാദേവ വാച കുംഭകർണവച ശ്രുത്വാ ഭൃഗുഡീ വികടാനന ദശഗ്രീവോ ജഗാദേതമാസനാദുൽപതന്നിവ. ചാടുകയാണോ എന്ന് തോന്നുമാറ് നിന്നിട്ട് പറഞ്ഞു എന്ന്. 2 ത്വമാനീതോ നമേ ജ്ഞാനബോധനായ സുബുദ്ധിമാൻ മയാ കൃതം സമീകൃത്യ യുധ്യസ്വ യതി രോചതേ നോ ചേത് ഗച്ഛ സുഷുപ്ത്യർത്ഥം നിദ്രാത്വം ബാധതേധുന. സുബുദ്ധിമാൻ ത്വം, അതി നല്ല ബുദ്ധിമാനായിട്ടുള്ള നീയ്, മേ ജ്ഞാനബോധനായ, എനിക്ക് ജ്ഞാനം ഉപദേശിക്കാനായിട്ടാണോ ന ആനീത, നിന്നെ ഞാൻ, എനിക്ക് ബുദ്ധിമാനായിട്ടുള്ള നിന്നെ എനിക്ക് ജ്ഞാനോപദേശിക്കാനല്ല ഇവിടെ കൊണ്ടത്. ന ആനീത, അതിനല്ല ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഉണർത്തിയിട്ട്. യതി രോചത്തെ, നിനക്കിഷ്ടമാണെങ്കിൽ മയാകൃതം സമീകൃത്യ, ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം നിനക്ക് ചെയ്യാൻ വിരോധമില്ലെങ്കിൽ ചെയ്തോളൂ, അതായത് യുദ്ധം ചെയ്തോളൂ. യുദ്ധ്യസ്വ, യുദ്ധം ചെയ്താലും. നോ ചേൽ, നിനക്ക് യുദ്ധം ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ സുഷുപ്ത്യർത്ഥം, ഉറങ്ങാനായിക്കൊണ്ട് ഗച്ഛ, പോയി ഉറങ്ങിക്കോളൂ. ഉറങ്ങല്ലേ എപ്പോഴും, ഉറങ്ങിക്കോളൂ. പൊണത്തിയത് എന്നെ ഉപദേശിക്കാനല്ല, നിനക്ക് യുദ്ധം ചെയ്യാൻ, ഞാൻ പറയണത് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോയി യുദ്ധം ചെയ്തോളൂ, ഇല്ലാച്ചാൽ പോയി ഉറങ്ങിക്കോളൂ. അധുന, ഇപ്പോൾ, നിദ്ര ത്വാം ബാധതേ, നിനക്കിപ്പോൾ നിദ്ര ബാധിക്കുന്നുണ്ട്. എന്താ പറഞ്ഞു വെച്ചാൽ നീ മഹാബുദ്ധിശാലിയൊക്കെയാണ്, എനിക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ നല്ല യോഗ്യനാണെന്നുള്ള വിചാരത്തോടു കൂടിയല്ല ഞാൻ നിന്നെ പങ്കെടുക്കും വരുത്തിയത്. എനിക്ക് ജ്ഞാനോപദേശം ചെയ്യാൻ ഒരാൾ വേണം, ഞാൻ കുംഭകർണനെ ഉണർത്താം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊടുന്നത്. ഞാൻ ചെയ്തതും നീ ചെയ്തതും നമുക്ക് ഒരേ മനസ്സാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചു കൊടുന്നത്. നിനക്ക് യുദ്ധം ചെയ്യാൻ വിരോധമില്ല, അല്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ പോയി യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ഉറങ്ങാൻ പോയിക്കോളൂ. ഇപ്പം നിന്നെ ചിലപ്പോൾ നിനക്ക് നല്ല ഉറക്കം മതിയാവാത്തതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ പറയണം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത്. ത്വമാനീതോ നമേ ജ്ഞാനബോധനായ സുബുദ്ധിമാൻ മയാ കൃതം സമീകൃത്യ യുധ്യസ്വ യതി രോചതേ നോ ചേത് ഗച്ഛ സുഷുപ്ത്യർത്ഥം, അല്ലെങ്കിൽ പോയി ഉറങ്ങിക്കോളൂ എന്ന്. നിദ്രാത്വാം ബാധതേ ദിന, നിനക്ക് ഉറക്കം മതിയാവാത്ത കുഴപ്പമുണ്ടെന്ന്. രാവണസ്യ വച ശ്രുത്വാ കുംഭകർണോ മഹാബലഃ രുഷ്ടോയമിതി വിജ്ഞായ പൂർണ്ണം യുദ്ധായ നിർയയൗ. ഉപദേശിച്ചിട്ട് നേരെയാക്കാൻ പറ്റില്ല, മനസ്സിലായി. രാവണസ്യ വചഃ ശ്രുത്വ, രാവണൻ്റെ വാക്ക് കേട്ടിട്ട് അയം രുഷ്ട, ഇയാൾ വല്ലാതെ കോപിച്ചിരിക്കുകയാണല്ലോ. ഇത് വിജ്ഞായ, ഇനി ഒന്നും പറയാൻ പോയിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞിട്ട് ബുദ്ധിയുണ്ടേ. മഹാബല കുംഭകർണൻ, മഹാബലവാനായ കുംഭകർണൻ യുദ്ധത്തിനായിക്കൊണ്ട് തൂർണം യയൗ, വേഗം പോയി. ഇയാളെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ യുദ്ധം ചെയ്തോളാം, ഞാൻ അനിയനല്ലേ, പറഞ്ഞ പോലെ ചെയ്തോളാം. എന്തായാലും ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാലോ. രാവണൻ്റെ വാക്ക് കേട്ടിട്ട് മഹാബലശാലിയായിട്ടുള്ള കുംഭകർണൻ, രാവണൻ ഭയങ്കര കോപിഷ്ഠനാണെന്ന് മനസ്സിലായിട്ട് വേഗം യുദ്ധത്തിനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു. രാവണസ്യ വച ശ്രുത്വാ കുംഭകർണോ മഹാബല രുഷ്ടോയമിതി വിജ്ഞായ തൂർണം യുദ്ധായ നിർയയൗ സലംഘയിത്വാ പ്രാകാരം മഹാപർവ്വതസന്നിഭ നിര്യയൗ നഗരാത്തൂർണം ഭീഷയൻ ഹരിസൈനികാൻ. മഹാപർവ്വതസന്നിഭ, ശരിക്കും പറയാച്ചാൽ ആ മഹാപർവ്വതസന്നിഭ സഹ എന്ന്, അതായത് ശരിക്കും ഒരു പർവ്വതത്തിൻ്റെ അത്ര വലിപ്പമുണ്ട് കുംഭകർണനെ. പർവ്വതാകാരനായിട്ടുള്ള ആ കുംഭകർണൻ
പ്രാകാരം മതിലിനെ ലംഘയിത്വ മതിലൊക്കെ കടന്നിട്ട് ഹരിസൈനികാൻ അതായത് ഈ വാനര സൈന്യത്തിലുള്ളവരെ ഭീഷയൻ ഭയപ്പെടുത്തിക്കൊണ്ട് നഗരാത് പട്ടണത്തിൽ നിന്ന് തൂർണം നിജയ വേഗം പട്ടണത്തിലേക്ക് അങ്ങോട്ട് അതാ യുദ്ധസ്ഥലത്തേക്ക് പോയി. യുദ്ധക്കളത്തിലേക്ക് ഒരു വലിയ മല പോലെ ഇരിക്കണ കുംഭകർണൻ മതിലൊക്കെ ചാടിക്കടന്ന് വാനര സൈന്യത്തിനെ ഭയപ്പെടുത്തിക്കൊണ്ട് കണ്ട പേടിയുപോയി പട്ടണത്തിൽ നിന്നുള്ളിൽ നിന്ന് വേഗം പുറത്തേക്ക് വന്നു. സലംഘയിത്വാ പ്രാകാരം മഹാപർവ്വത സന്നിഭ നിജയൗ നഗരാത്തൂർണം ഭീഷയൻ ഹരി സൈനികാൻ. ഹരിച്ചവിടെ വാനര സൈന്യം എന്നാണ് കേട്ടോ പിന്നെ വിചാരിക്കണം. 5 സനനാദ മഹാനാദം സമുദ്രമഭിനാദയൻ വാനരാൻ കാലയാമാസ ബാഹുഭ്യം ഭക്ഷയൻ രുഷാ. സഹ സമുദ്രം അഭിനാദയൻ അവൻ സമുദ്രത്തെ അധികം ശബ്ദിപ്പിക്കുന്നവനായിട്ട്, അതായത് സമുദ്രത്തിൽ നിന്ന് എക്കോ വരണതാണ്. മഹാനാദം മഹത്തായ നാദത്തെ നനാദ ഗർജിച്ചു ഉണ്ടാക്കി. നനാദ പറഞ്ഞാൽ നദിച്ചു മീൻസ് ശബ്ദം ഉണ്ടാക്കി, ഉറക്ക ശബ്ദം ഉണ്ടാക്കി. ബാഹുഭ്യം 2 കൈകൾ കൊണ്ട് വാനരന്മാരെ കാലയാമാസ വേദനിപ്പിച്ചു. രുഷ ഭക്ഷയൻ എന്നിട്ടോ കോപത്തോടുകൂടി കുറേ ആൾക്കാർ തിന്നു വാനരന്മാരെ. കുംഭകർണനെ ഉറക്കെ അലറി. ആ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി സമുദ്രത്തിൽ നിന്ന് കേൾക്കാറായിന്ന്. അത്ര ഉറക്ക ശബ്ദിച്ചപ്പോൾ സമുദ്രത്തിൽ നിന്ന് കുംഭകർണൻ്റെ ആ വലിയ അലർച്ചയുടെ പ്രതിധ്വനി കേട്ടു. വാനന്മാരെയൊക്കെ 2 കൈ കൊണ്ടും വാരിയെടുത്ത് കോപത്തോടുകൂടി ഭക്ഷിച്ചു. ഭയങ്കര ശക്തിയാണ് കുംഭകർണനെ. സനനാദ മഹാനാദം സമുദ്രമഭിനാദയൻ വാനരാൻ കാലയാമാസ ബാഹുഭ്യം ഭക്ഷയൻ രൂഷ. ദേഷ്യത്തോടു കൂട്ട്. കുംഭകർണം തഥാ ദൃഷ്ട്വാ സഭക്ഷമിവ പർവ്വതം ദുദ്രുപുർവാനരാഹ സർവേ കാലാന്തകമിവാഖിലാഹ. കാലാന്തകം ഇവ അതായത് കാലനെ പോലെയും സപക്ഷം പർവ്വതം ഇവ ചിറകുള്ള പർവ്വതം പോലെയും ഇരിക്കുന്ന കുംഭകർണനെ തഥാ ദൃഷ്ട്വ അപ്പോൾ കണ്ടിട്ട് അഖില സർവേ വാനര എല്ലാ വാനരന്മാരും ദുദ്രുവു പറഞ്ഞു. അതായത് ഈ ലോകം മുഴുവനെ സംഹരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു കാലനെ പോലെ അല്ലെങ്കിൽ അന്തകനെ പോലെ അല്ലെങ്കിൽ ചിറകുള്ളൊരു പർവ്വതം പോലെ ഭയങ്കരനും വലിയ ശരീരത്തോടും കൂടിയ ഈ കുംഭകർണനെ കണ്ട വാനരന്മാരെല്ലാവരും പാഞ്ഞോടി. ദുദ്രുവു പാഞ്ഞു പറഞ്ഞു എന്നല്ലാട്ട് സോതി. ദുദ്രു പാഞ്ഞു പോയി, ഓടിപ്പോയി എന്ന്. അതായത് ഈ കുംഭകർണൻ്റെ ആ ഭീമാകാരവും എല്ലാവരും ഇങ്ങനെ പിടിച്ച് തിന്നണമുണ്ട്. അതിങ്ങോട്ട് കണ്ട് അടുത്തേക്ക് വന്നപ്പോൾ വാനന്മാർ മുഴുവൻ ദുദ്രുവു പേടിച്ചോടിപ്പോയി അവരൊക്കെ. ഇനിയോ ഇനി നമ്മളെ 3 ശ്ലോകം ഒന്നിച്ചാൽ അതപ്പോൾ ഇന്ന് വേണ്ട. അപ്പം നമുക്ക് ഈ 6ാമത്തെ ശ്ലോകം വായിച്ച് നിർത്താം. പിന്നെ 3 ശ്ലോകം ഒന്നിച്ചാണ്. കുംഭകർണം തഥാ ദൃഷ്ട്വാ സപക്ഷമിവ പർവ്വതം ദുദ്രുപുർവാനരാഹ സർവേ കാലാന്തകമിവാഖില. അതായത് അന്തകൻ തന്നെ, കാലം തന്നെ വരികയാണെന്ന് അവർക്ക് തോന്നി. ചിറകുള്ള പർവ്വതം പോലെ തോന്നി. അത്ര വലിപ്പണ്ടേ, ഭയങ്കരനാണ്, വലിയ ശരീരമല്ലേ. അങ്ങനെയുള്ള കുംഭകർണൻ കണ്ട് നടന്ന അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ അവരൊക്കെ പേടിച്ച് ഓടി പിന്തിരിഞ്ഞങ്ങോട്ട് ഓടി. എല്ലാ വാനന്മാരും ഒരാളും നിന്നില്ല എന്നാണ് പറയുന്നത്. ഒന്നുപോലും സർവേ വാനര അഖിലാഹ ഒന്നുപോലും വാനന്മാരെല്ലാവരും ഒന്നുപോലും ബാക്കി നിൽക്കാതെ പാഞ്ഞ് ഓടി എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.